നമസ്കാരം, അഖിലാണ്. ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിൽ ഇതൊരു സ്വാഭാവിക മരണമായി എല്ലാവരും അവസാനിപ്പിച്ച ഒരു കേസായിരുന്നു. പക്ഷേ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയതിന്റെ പിറകിലാണ് പോലീസ് ഒന്ന് അന്വേഷിച്ചു വന്നപ്പോൾ ഒരു 13 വയസ്സുകാരിയുടെ ബുദ്ധിയാണ് അവരെ എല്ലാം ഞെട്ടിച്ചത്. ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാവരെയും ഞെട്ടിച്ചത്. ഒരു 13 വയസ്സുകാരിക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ സാധിച്ചു? അപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ വൃത്തങ്ങൾ, ഇതിലേക്ക് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പാല് കൊടുത്ത കയ്യിൽ തന്നെ കൊത്തുക എന്ന് പറഞ്ഞതുപോലെ വെറും സാധുവായ ഒരു സ്ത്രീ 13 വർഷങ്ങൾക്ക് മുമ്പ് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വയസ്സാൻ കാലത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു വാർദ്ധക്യ സമയത്ത് അവർക്ക് ഉപകാരമാകുമെന്നുള്ള രീതിയിൽ എടുത്തു വളർത്തിയ ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ 13 വർഷം അവർ സ്വന്തം മകളായി വളർത്തു, കൈ വളർന്നു, കാൽ വളർന്നു എന്നുള്ള രീതിയിൽ അവളുടേതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി പൊന്നുപോലെ വളർത്തിയ ഒരു മകളുടെ കൈ കൊണ്ട് ഒരു അമ്മയ്ക്ക് മരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഏറെ വിഷമമാണ്. അല്ലെങ്കിൽ ആ ഒരു മരണത്തിന്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് അവൾ കണ്ടെത്തിയ വഴികൾ എന്തൊക്കെയാണെന്ന് അറിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഏറെ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് 54 വയസ്സുകാരായ സ്ത്രീയായ രാജലക്ഷ്മിയുടെ മരണ വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റു വാർത്തകളിലൂടെ എല്ലാം അറിയാം. സ്വാഭാവികമായ ഒരു മരണം, കാരണം ഹൃദയ സംബന്ധമായ അസുഖങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും സംശയമൊന്നും തോന്നിയില്ല. കഴിഞ്ഞ 13 വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഒരു പെൺകുഞ്ഞിനെ അവർ സ്വന്തമായി വളർത്തുകയുണ്ടായിരുന്നു. ഏകദേശം ഒരു 7-8 മാസത്തിന് മുമ്പാണ് രാജലക്ഷ്മിയുടെ ഭർത്താവ് മരണപ്പെടുന്നത്. ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ഇവർ രണ്ടുപേരും സിറ്റിയിലേക്ക് താമസം മാറുകയുണ്ടായിരുന്നു. എന്നാൽ ഈ 13 വയസ്സുകാരിയുടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ അവളുടെ ബുദ്ധിയെ അല്ലെങ്കിൽ അവളെ എത്രത്തോളം ഒരു ക്രിമിനൽ പിറകിൽ നിന്ന് സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ മരണം സംഭവിക്കുന്ന ദിവസം രാജലക്ഷ്മിയും അമ്മയും രാത്രി കിടക്കാൻ സമയത്ത് രാജലക്ഷ്മിയെ ഗുളിക കൊടുത്ത് ഉറക്കാൻ കിടത്തുന്നു. അതിനുശേഷം തലവണ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു ആദ്യമായി ചെയ്തത്. അതിനുശേഷം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന സമയത്ത് തന്നെ ബന്ധുക്കളെ അറിയിക്കുകയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രാജലക്ഷ്മിയുടെ മരണം അവർ കൺഫേം ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായ ഒരു മരണം, ഹൃദയ സംബന്ധമായ അസുഖം മൂലമാണ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞു. രാജലക്ഷ്മിയുടെ മൃതദേഹം മറവ് ചെയ്യുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ. കുറച്ച് കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ഒരു സ്വാരസ്യങ്ങൾ ചോദിച്ചിയ രാജലക്ഷ്മിയുടെ അനിയൻ ഈ 13 വയസ്സുകാരിയുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ തന്ത്രപരമായ കൊലപാതകത്തിന്റെ പൂർണ്ണ വിവരങ്ങളും ലഭിക്കുന്നത്. ഒരു 28-കാരനായ യുവാവുമായി ചേർന്ന്, ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിട്ടുള്ള 28 വയസ്സുകാരനായ ഒരു യുവാവുമായി ചേർന്ന് ഈ 13 വയസ്സുകാരി പ്ലാൻ ചെയ്ത ഒരു ക്ലീൻ മർഡർ ആയിരുന്നു ഇത് എന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. പോലീസ് പോലും മൂക്കത്ത് കൈവച്ച് പോകുന്ന അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം. ആരുമില്ലാതിരുന്നവർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് അവർക്ക് ദൈവമായിട്ട് നൽകിയ ഒരു കുഞ്ഞെന്നുള്ള രീതിയിലാണ് അവരെ എടുത്തു വളർത്തിയത്. പക്ഷേ ഈ 13 വയസ്സുകാരി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ വളർന്ന കാര്യങ്ങൾ, ഏകദേശം 2 ലക്ഷം രൂപയുടെ സ്വർണം അവർ ഈ സമയത്തിനുള്ളിൽ വിറ്റ് വെച്ചിരിക്കുന്നു. അത് കൂടാതെ രാജലക്ഷ്മിയുടെ ബാങ്കിൽ നിന്ന് ഏകദേശം 6 ലക്ഷം രൂപയിലധികം രൂപ പിൻവലിച്ചിരിക്കുന്നു. ഒരു 13 വയസ്സുകാരിക്ക് എന്തിനാണ് ഇത്രയും പൈസയുടെ ആവശ്യം? നമ്മളെല്ലാം ചിന്തിക്കണം, നമ്മുടെ കുട്ടികളുടെ എല്ലാം ഫോണും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ ശ്രദ്ധ ചെലുത്തണം. അവരെ കുറ്റക്കാരല്ലെങ്കിലും അവരെ കുറ്റക്കാരാക്കുന്ന മറ്റു കുറ്റവാളികൾ നമ്മുടെ സമൂഹത്തിൽ വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നു പോകുന്നത്. കാരണം ഒരു അമ്മയെ തന്നെ കൊന്നിട്ട് ആ എന്തിനു വേണ്ടിയിട്ടോ, ഒരു മുതലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ, ഇതൊന്നുമല്ല. ആ കുട്ടിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലുമുള്ള പ്രായമായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മറ്റു പലരുമാണ്. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. പണത്തിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും കൊന്നൊടുക്കാൻ തുടങ്ങുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകളെല്ലാം. ഇത്തരം വാർത്തകൾ നമുക്ക് ദിനംപ്രതി ഓരോ രീതിയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ മാത്രം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമ്മുടെ എല്ലാം കൂടെ ഉണ്ടായത്. നമ്മുടെ കുട്ടികളെ നമ്മൾ കൂടുതലായി കരുതലായി ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ട സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ കൊടുക്കുക. പക്ഷേ സ്വാതന്ത്ര്യങ്ങളോടൊപ്പം നമ്മൾക്ക് അവരൊരു കരുതലും കൊടുത്തിരിക്കണം. നമ്മുടെ കുട്ടികൾ തെറ്റായി പോകുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും നമ്മുടെ എല്ലാത്തിനും കാരണക്കാരായിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, നമ്മുടെ തലമുറകളാണെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. എത്ര തന്നെ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അത് ചിലപ്പോൾ നമുക്കൊരു സമയത്ത് വിനയായി മാറേണ്ടി വരും. അന്നേരം ഇത്തരം വാർത്തകൾ നമുക്ക് വളരെ ദൂരെയൊന്നുമല്ല, നമ്മുടെ അടുത്ത് തന്നെയാണ്. ഇങ്ങനെയുള്ള അപൂർവങ്ങളായിട്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കുമ്പോൾ മറ്റൊരു സ്ഥലത്താണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെന്ന് തോന്നുമെങ്കിലും ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ സംഭവിക്കാം. കൂടുതൽ കരുതലായിരിക്കുക, നമ്മുടെ കുട്ടികളെ കൂടുതൽ സുരക്ഷിതരായി ശ്രദ്ധിക്കുക. നിർത്തുന്നു. അഖിൽ വിശ്വം, സൈനിങ് ഔട്ട്. ബൈ.